വൈക്കത്തഷ്ടമിക്ക് പോയപ്പോൾ മൊബൈലിൽ എടുത്തു വെച്ച കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. അഷ്ടമിക്ക് പോയ ദിവസം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ ലൈവ് ഇട്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മൊബൈലിന് മെമ്മറി ഫുള്ളായി എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വിഷ്വൽസ് ഇതിനകത്ത് കിടക്കുന്ന ശ്രദ്ധയിൽപ്പെടുന്നത്. എങ്കിൽ പിന്നെ ഞാൻ കണ്ട വൈക്കത്തഷ്ടമി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ ഫോളോവേഴ്സിനെയും കൂടെ കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, അമ്മയായിട്ടാണ് പോയത്. അപ്പം ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണുന്ന വിധത്തിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിനകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ആനയെ കണ്ടു. എല്ലാ അമ്പലത്തിലേതും പോലെ ചെരുപ്പ് സൂക്ഷിക്കാൻ ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുടെയും ചെരുപ്പ് എടുത്തുകൊണ്ട് പോകാൻ മാത്രം ദാരിദ്ര്യമുള്ള കള്ളന്മാർ വൈക്കത്ത് പോയിട്ട് കോട്ടയം ജില്ലയിൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ചെരുപ്പ് വെറുതെ പുറത്ത് ഊരിയിട്ടു. അവരെ ഏൽപ്പിച്ചില്ല. ഞങ്ങളകത്ത് കയറിയപ്പോഴേക്കും ആന കുറേയും കൂടെ അങ്ങ് അകലേക്കായി. ആനയുടെയും പ്രദക്ഷിണത്തിൻ്റെയും പുറകെ പോയ അമ്പലത്തിന് മുന്നിലേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ അമ്പലത്തിനകത്തേക്ക് കയറാൻ വേണ്ടി ഞങ്ങളും പയ്യെ പ്രദക്ഷിണത്തോടൊപ്പം മുന്നോട്ട് നടക്കുകയാണ്. അത്രയും ബഹളത്തിനിടയിലൂടെ നമ്മൾ അമ്പലത്തിന് മുന്നിലെത്തിയപ്പോൾ പ്രദക്ഷിണവും ആനയും അവിടെ വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അമ്പലത്തിന് മുന്നിൽ പ്രദക്ഷിണം വന്ന് നിൽക്കുന്നത് നമുക്ക് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. ഈ വീഡിയോയിൽ കാണുന്ന 3 ആന മാത്രമല്ല കേട്ടോ, വേറെ ആനകളുണ്ടായിരുന്നു. ഇവിടുത്തെ തിരക്കൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറിയത്. അമ്പലത്തിനകത്ത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കാറില്ലല്ലോ. പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും ആനകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഈ ആനകളുടെ പുറകിൽ നിന്ന് മുന്നിലേക്കെത്താൻ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പതിവ് പോലെ എല്ലാവരും ആനയുടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് കണ്ടാലും ആനയെ തിരിച്ചറിഞ്ഞ് ആനയുടെ പേര് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. നിലവിൽ ആള് പ്രവാസിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. മുന്നിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെയാണ് കിട്ടുകയുള്ളൂ. ആനയെ കൂടാതെ ആനയെ കാണാൻ വന്നിരിക്കുന്ന ആളുകളെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. പുറത്തെ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി പിന്നീട് അധിക നേരം അമ്പലത്തിൽ നിന്നില്ല, പുറത്തേക്കിറങ്ങി. സ്കൈ ഡൈനിങ്ങും ആകാശഊഞ്ഞാലും മരണക്കിണറും തുടങ്ങി ഒട്ടനവധി കാഴ്ചകൾ ഈ തിരക്കിനപ്പുറത്തുണ്ട് കേട്ടോ. അമ്മയുമായി ഈ തിരക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടായതിനാൽ അങ്ങോട്ടേക്ക് പോകാതെ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. പിന്നീട് ഒപ്പം വരാമെന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ കാല് മാറിയത് കൊണ്ട് രണ്ടാമതൊരു വരവുണ്ടായില്ല.